ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്നും പുറത്തുപോയ ആ സാഹചര്യത്തിൽ BJP ആണ് അവിടെ അധികാരത്തിൽ വന്നത്. രേഖാ ഗുപ്ത മുഖ്യമന്ത്രിയെ അവിടെ ചുമതലയേറ്റു. ആ സമയം മുതൽ നമ്മൾ കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് BJP വരും എന്ന് ഉറപ്പുള്ള ആ ദിവസം തന്നെ അവിടെ ഡൽഹിയിൽ സ്ത്രീകൾ വലിയ പ്രതിഷേധത്തിലാണെന്നും ഞങ്ങളുടെ 2500 രൂപ എവിടെ എന്നും അവർ ചോദിക്കുന്നുവെന്നുമുള്ള പോസ്റ്റുകൾ കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജുകളിൽ നമ്മൾ കണ്ടതാണ്. അതിന് താഴെയുള്ള കമന്റുകൾ ഇത്തരത്തിലായിരുന്നു. അതായത് ഡൽഹിയിൽ BJP ഇപ്പോൾ വിജയിച്ചതേ ഉള്ളൂ, അവർ സർക്കാർ പോലും രൂപീകരിച്ചിട്ടില്ല, അവർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും, നിങ്ങൾ ഒരു പൊടിക്കടങ്ങുമെന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ കമന്റുകളെല്ലാം വന്നത്. എന്നാൽ ഓരോ ദിവസവും സ്ത്രീകൾ അവിടെ വലിയ പ്രതിഷേധത്തിലാണ്. അവരുടെ 2500 രൂപ BJP സർക്കാർ കൊടുക്കുന്നില്ല എന്ന് ഇവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. രേഖാ ഗുപ്തയെ അപ്പോൾ മുഖ്യമന്ത്രിയായി പോലും പരിഗണിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ 8-ാം തീയതി, അതായത് ഇന്ന് വനിതാ ദിനത്തിൽ BJP 5100 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. BJP ഇതിന്റെ വിതരണം തുടങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജ് കേരളത്തിലെ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നാളെയാണ് 8-ാം തീയതി വനിതാ ദിനം. ഈ വനിതാ ദിനത്തിൽ നിങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾ കാത്തിരുന്ന് കാണട്ടെ. നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഞങ്ങൾ തുറന്നു കാട്ടുമെന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള ഷോ ഓഫ് ആണ് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം. അതായത് കേരള ഘടകം ഇവിടെ പോസ്റ്റ് എന്ത് ചെയ്യാനാണ് എന്ന് വേറൊരു ചോദ്യമുണ്ട്. പക്ഷേ കേരള ഘടകത്തിന്റെ ആ പോസ്റ്റുകൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. കേരള ഘടകം കേരളത്തിൽ CPM-നെതിരെ പോസ്റ്റ് ഇടാനും തയ്യാറാകുന്നില്ല എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ ഡൽഹിയിലെ കാര്യങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെ അറിയിക്കാനുള്ള തത്രപ്പാടിലാണ്. എന്നാൽ രേഖാ ഗുപ്ത വളരെ ഗംഭീരമായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറത്തുള്ള, അതായത് തങ്ങളുടെ വീടിന് പുറത്തുള്ള ജനങ്ങളെ അവർ കാണാനായി ഒരു സാഹചര്യം അവർ ഒരുക്കും. ഞാൻ നിങ്ങളുടെ ബഹനാണ്, അതായത് ഞാൻ നിങ്ങളുടെ സഹോദരിയാണ്, CM ഒക്കെ ഞാൻ ഓഫീസിൽ മാത്രമാണ്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സഹോദരിയാണെന്നാണ് രേഖാ ഗുപ്ത പറയുന്നത്. അവിടുത്തെ കൗൺസിലറായിരുന്നു രേഖാ ഗുപ്ത. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ലെവലിലുള്ള വർക്ക് രേഖാ ഗുപ്തയ്ക്ക് അരച്ചു കലക്കി കുടിച്ചതുപോലെ, അതായത് പച്ചവെള്ളം പോലെ അറിയാമെന്നുള്ള കാര്യം നമ്മൾ പ്രധാനമായും എടുത്തു കാണുന്ന ഒരു വിഷയമാണ്. എന്തായാലും പ്രതിമാസം 2500 രൂപ വീതം നൽകുന്ന പദ്ധതിക്ക് രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ തുടക്കമിട്ടു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മഹിളാ സമൃദ്ധി യോജന എന്ന പേരിട്ട പദ്ധതി കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള JP നദ്ദ ഉദ്ഘാടനം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് JP നദ്ദ പദ്ധതി ആരംഭിച്ചതായി പ്രഖ്യാപിച്ചത്. ഇതോടുകൂടി ആം ആദ്മി പാർട്ടി വലിയ രീതിയിൽ ഇളിഭ്യരായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.